ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ കുടുംബസമേതം ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഈ വർഷത്തെ ആദ്യത്തെ അന്നദാനം ഉണ്ണാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. ഞാൻ തിരക്കിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ അന്നദാനം എന്ന് കേട്ടാൽ ഞാൻ പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഒതുക്കി വെച്ചിട്ട് പെട്ടെന്ന് പോയി കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിൽ നിന്ന് പെട്ടെന്ന് തന്നെ ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് കഴിക്കാനും പറ്റിയപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം, തുമ്പോട് മഹാദേവ ക്ഷേത്രം. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്തിടാനായിട്ടുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് താമസിച്ചത്. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്ന് വരിവരിയായിട്ട് ഓരോ കറികളൊക്കെ വാങ്ങിച്ച് നമ്മളെല്ലാവരും ഓരോ സീറ്റുകളിലായിട്ട് പോയി ഇരിക്കുന്നുണ്ട്. എല്ലാവരും പല പല സ്ഥലത്താണ് ഇരുന്നത്. എല്ലാവർക്കും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ഒരു കൈ കൊണ്ട് പ്ലേറ്റും പിടിക്കണം, ഒരു കൈ കൊണ്ട് വീഡിയോയും കൂടെ എടുത്തത് കൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനും പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ചോറിട്ടത് ഞാൻ ശ്രദ്ധിക്കാനും പറ്റിയില്ല. എനിക്ക് ഒരുപാട് ചോറായിപ്പോയി, ഞാൻ അത്രയും കഴിക്കത്തില്ല. ഒരുപാട് ബാക്കി വന്നായിരുന്നു കേട്ടോ ചോറ്. ഞാൻ അത്രയും ചോറ് കഴിക്കത്തില്ല. ചോറ് ഇട്ടത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കാരണം വീഡിയോ എടുത്തുകൊണ്ടിരുന്നുകൊണ്ട് അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും പല പല സ്ഥലത്താണ് ഇരുന്നത്. ആദിത്യനും ദേവുൻ്റെ അമ്മയും കൂടെ ഒരു സ്ഥലത്തും ആച്ചൂസ് വേറൊരു സ്ഥലത്തും, ഞാനും ദേവും സാന്ദ്രയും അമ്മയും കൂടി ഒരു സ്ഥലത്താണ് കേട്ടോ വരുന്നത്. നമുക്ക് മേശയൊന്നും കിട്ടില്ല. നമ്മളിതുപോലെ കസേരയിൽ ഇരുന്നിട്ട് മടിയിൽ വെച്ചാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും പെട്ടെന്ന് വന്നു. അമ്മയും ചേച്ചിയും വലിയമ്മയും കൂടെ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഇനി പെട്ടെന്ന് വരികയാണ് ചെയ്തത്. സാന്ദ്രയ്ക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്നാണ് സാന്ദ്ര പറയുന്നത്. ദേവ് കഴിക്കാൻ സമ്മതിച്ചില്ല, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം എനിക്ക് പ്രോഗ്രാമൊന്നും കാണാനായിട്ട് പോകാൻ പറ്റിയില്ല. ഞാൻ എല്ലാ ഉത്സവത്തിനും നമ്മളെ രണ്ടമ്പലത്തിലെ ഉത്സവത്തിന് ഞാൻ എല്ലാ പ്രോഗ്രാമും കാണാൻ പോകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഒരു ദിവസം പോകാൻ പറ്റിയിരുന്നില്ല. സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, അർജൻറ്റായിട്ടുള്ള വർക്കായതുകൊണ്ട്, പെട്ടെന്ന് കൊടുക്കാനുള്ളതായതുകൊണ്ട് അന്ന് ഞാൻ പോയിരുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണിത്. ഇത് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. ലാസ്റ്റ് ദിവസം നന്ദികേശ പ്രയാണമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം നേരത്തെ ചെന്നിട്ട് നമ്മൾ കുറച്ച് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ജ്യൂസ് വാങ്ങിച്ച് കഴിച്ചു. അതുപോലെ തന്നെ പാനിപ്പൂരി മേടിച്ച് കഴിച്ചായിരുന്നു. അത് ഇറങ്ങിയ സമയത്ത് ഒരിക്കൽ ഞാൻ മേടിച്ച് കഴിച്ചപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ നല്ലതായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ 2 സെറ്റ് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ മസാലയൊക്കെ ഇട്ട കടല വേവിച്ചതുണ്ടല്ലോ, അത് കഴിച്ചപ്പോൾ നല്ല എരിവായിരുന്നു. എരിവിന് മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും ഒക്കെ വെള്ളം വരാൻ തുടങ്ങി. നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടും എരിവും കൂടെ ആയപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാതായിപ്പോയി. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി. പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല, പക്ഷേ എല്ലാ കടകളിലും കയറി ഇറങ്ങി തപ്പി ഓരോന്നിൻ്റെ റേറ്റൊക്കെ ചോദിക്കുന്ന ഒരു ഹോബിയാണ്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചോദിച്ച് നടന്നു. അതിനിടയ്ക്ക് സാന്ദ്ര ഒരു കൈ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട്, ദേവ് ഒരു കീ ചെയിനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആച്ചൂസിനാണെങ്കിൽ കളുപ്പാട്ട കടയിലോട്ടാണ് കണ്ണ് പോകുന്നത്. വള വേണമെന്ന് വെച്ചപ്പോൾ വള എന്നും വേണ്ട, അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. വളയൊക്കെ എത്ര വാങ്ങിച്ചു കൊടുത്താലും അവൾ വളയൊന്നും ഇടത്തേ ഇല്ല. വളയൊന്നും ഇടാതെയാണ് എന്നും സ്കൂളിൽ പോകണം. മാല എന്നെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് വഴക്കൊക്കെ പറയുമ്പോഴാണ് മാലയൊക്കെ എടുത്തിട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആച്ചൂസിനും കളുപ്പാട്ടമായിട്ട് മേടിച്ച് കൊടുക്കുന്നതിന് ഇഷ്ടം. എന്ന് പോയാലും ഒരേ കളുപ്പാട്ടങ്ങൾ മേടിച്ച് കൊടുക്കണം. 3 ദിവസം പോയപ്പോൾ 3 കളുപ്പാട്ടം മേടിച്ചപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ട്രെയിനും കൂടെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്ക് ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്ദികേശ പ്രയാണമൊക്കെ എത്തിക്കഴിഞ്ഞു. 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 എണ്ണേ കണ്ടിട്ടുള്ളൂ. ആദ്യത്തേതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് രണ്ടാമത്തതാണ്. നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ആയി നമ്മൾ അമ്പലത്തിൽ വന്ന് കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് കണ്ടതിന് ശേഷം തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തിരുവാതിരയൊന്നും നമ്മൾ കാണാനായിട്ട് അങ്ങനെ നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ തലേദിവസം അമ്പലത്തിൽ വരാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ അവിടെയൊക്കെ കറങ്ങി നടന്ന് എല്ലാം നല്ല ആസ്വദിച്ച് കണ്ടു. അതിനുശേഷം നമ്മൾ പ്രോഗ്രാം കാണാനായിട്ട് വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ മഴവിൽ മനോരമ ചാനലിലെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ ഇവർ ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, 2 ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാടകം തുടങ്ങിയത്. അപ്പോൾ തിരുവനന്തപുരം നവോദയ അവതരിപ്പിച്ച ഒരു നാടകം ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല നാടകമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.